നമ്മളുടെ ഇപ്പോഴത്തെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളൊരു ഇഷ്യൂ ആണ്. ക്ലൈമറ്റ് ചേഞ്ചും കാർബൺ ഡയോക്സൈഡ് എമിഷനും നമ്മളെ വളരെയധികം ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ പൗരനും അതിൻ്റെ കോൺട്രിബ്യൂഷണറി പാർട്ടിൽ എത്ര ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ കെട്ടിടം പണിയുന്നതിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ പ്രൈമറിലി നിങ്ങൾ ലോക്കലി അവൈലബിൾ റിസോഴ്സസ് എത്രയുണ്ടോ അത് മാക്സിമം അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ സിമെൻറ്റിന് തന്നെ പോവുകയാണെങ്കിൽ OPC സിമെൻറ്റിന് പോകാതെ, കാര്യം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് മാക്സിമം കണ്ടൻസ് നാച്ചുറൽ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം വേസ്റ്റ് മെറ്റീരിയൽ ആഡ് ചെയ്ത സിമെൻറ്റ്സുകളുണ്ട്. നമുക്ക് PP സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, PPC സിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ആഷ് ആഡഡ് സിമെൻറ്റാണ്. അപ്പോൾ അതൊരു വേസ്റ്റ് മെറ്റീരിയൽ റീസൈക്കിളിന് ഉപയോഗിക്കുന്നുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മളുടെ സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് വരുന്ന വേസ്റ്റിനെ സിമെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് സിമെൻറ്റിൻ്റെ ബേസിക്കലി വേണ്ട ഓർഡിനറി പോർട്ട്ലാൻഡ് കമ്പോണൻറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് സിമെൻറ്റ് ഇത് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എൻവയറമെൻ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് പോകുമ്പോൾ PPCയോ PSCയോ സിമെൻറ്റിന് നമ്മൾ പോകുക, നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് കുറേയും കൂടെ ഗ്രീനറായിട്ടുള്ള കൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുക. നമ്മളുടേതായ, അതായത് മാക്സിമം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുക. നമ്മുടെ മഴവെള്ളം സംഭരണിയിലൂടെ കളക്ട് ചെയ്യുന്ന വെള്ളം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ സോളാർ പാനൽസിന് പോകുന്നുണ്ട്. മിക്ക വീടും സോളാർ പാനൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നാച്ചുറലായിട്ട് കിട്ടുന്ന എനർജി റീസൈക്കിൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോസിൽ കൺസെപ്റ്റ് ഉപയോഗിക്കുന്ന എനർജികൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനത്തെ ടെക്നോളജികൾ നമ്മളുടെ വീടിന് പല വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് ഇപ്പോൾ ആളുകൾ ബാംബു ബിൽഡിങ്സ്, ബാംബു വെച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. പിന്നെ മഡ് ഉപയോഗിക്കുന്നുണ്ട്. മഡ് വെച്ചിട്ട് ചെയ്യുന്ന വീടുകൾ വളരെ പോപ്പുലറാണ്. കേരളത്തിൽ പലയിടത്തും അത് കണ്ടുവരുന്നുണ്ട്.